നമസ്കാരം. +1 മാത്സിൻ്റെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ലെസണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിലോട്ട് സ്വാഗതം. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ട്രിഗണോമെട്രിയുടെ പ്രോപ്പർട്ടീസ് അതിൻ്റെ ഫോർമുലാസ് യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 sin π/6 പ്രൂവ് ദാറ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. സീക്ക് π/3 - 4 × sin 5π/6 cot π/4 = 1. ഈ π/6 എന്ന് പറഞ്ഞാൽ 30 ആണ്. അതായത് പൈ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180/6 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 3 × sin 30 സീക്ക് 180/3 എന്ന് പറയുന്നത് 60 ആണ്. -4 × sin 5 × 180/3 5π/6 എന്നാണ്. 180/6 5 × 180/6 എന്ന് പറയുമ്പോൾ ഇവിടെ 30 150 sin 150 cot π/4 എന്ന് പറയുന്നത് 45. ഇങ്ങനെയാണ് വരുന്നത്. കാരണം നമ്മൾ നേരത്തെ എഴുതിയ ആംഗിൾസ് മുഴുവൻ ഇതുപോലെ ആയതുകൊണ്ടാണ് sin 30 sin 60 വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ എഴുതാൻ കാരണം. ഇനി 3 × sin 30 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എഴുതാം. 3 × sin 30 എഴുതണം. sin 30 നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയെടുത്ത ഫോർമുലാസാണ് ഇതെല്ലാം. sin 30 എന്ന് പറയുമ്പോൾ sin 6 sin x 30 വരുമ്പോൾ 1/2 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 1/2 എഴുതാം. ഇനി അതായത് ഈ ഫോർമുലാസൊക്കെ ബൈഹാർട്ട് ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പോൾ ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് എന്ത് ചെയ്യാം, ഈ കൊച്ചു ട്രയാങ്കിൾ വെച്ചിട്ട് ഇതിൻ്റെ വലിയ ആംഗിൾ 60 ചെറിയ ആംഗിൾ 30 മാർക്ക് ചെയ്താൽ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്, 60ക്ക് ഓപ്പോസിറ്റ് √3 ആണ്, ഇവിടെ 2. sin 30 എന്ന് പറഞ്ഞാൽ 30യുടെ ഓപ്പോസിറ്റ് 1/2. അപ്പോൾ ഇങ്ങനെ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊച്ചു ട്രയാങ്കിളിൻ്റെ കൺസ്ട്രക്ഷൻ ഓർത്തെടുത്താൽ മതി. പിന്നെ ഓരോ റേഷ്യോ എത്രയാണെന്നും കൂടി ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. ഇനി ഇൻറ്റു സീക്ക് 60. ഇനി അതുമല്ല നമുക്ക് ആ ട്രയാങ്കിൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാൽക്കുലേറ്റർ ഇവിടെ ഇങ്ങനെ വെച്ച് കാൽക്കുലേറ്ററിൽ sin 30 കണ്ടോ 0.5 എന്ന് കാണാം. ഇനി ഈ 0.5 എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ 1/2 തന്നെ എഴുതണമെങ്കിൽ ഇങ്ങനെ ഒരു കീ ഉണ്ട്. ഈ കീയിൽ അമർത്തിയ എല്ലാം അതുപോലെ ഈ ഫ്രാക്ഷൻ പോലെ കാണാം. ഇതാണ് കണ്ടോ ഇങ്ങനെ 1/2. ഇതിനെ 1L2 L ഇങ്ങനെ മറിച്ചിട്ട് പോലെ ചിഹ്നമാണ് വരുന്നത്. അത് ബൈക്ക് പകരം യൂസ് ചെയ്യുന്നതാണ് 1/2. അപ്പോൾ നമുക്ക് 1/2 കിട്ടി. ഇനി സീക്ക് 60 കിട്ടണം. സീക്ക് 60 കിട്ടാനായിട്ട് നമ്മൾ നമ്മുടെ കൊച്ചു ട്രയാങ്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സീക്കിൻ്റെ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് 60 എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റിവേഴ്സാണ്. 1/2 ആണ് കോസ് മറിച്ചിട്ടാൽ 2 വരും. 2. അപ്പോൾ അത് നമുക്കിവിടെ കോസിൻ്റെ 60 നമുക്ക് അതിൽ കാണാൻ പറ്റും. സീക്ക് കാണാൻ പറ്റില്ല. കോസ് 60 നമുക്ക് കാണാൻ പറ്റും. കോസ് 60 നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ 1/2 തന്നെയാണ് വരുന്നത്. അത് മറിച്ചിടണമെങ്കിൽ 1/1/2 അടിച്ചു വയ്ക്കാൻ മതി. 1/1/2 1/1/2 അടിച്ചു നോക്കാം. അപ്പോൾ അത് 2 എന്ന് ആൻസർ വരേണ്ടതാണ്, വന്നിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കാം. 1/1 ഈ ഘട്ടം അടിക്കാം 2. അപ്പോൾ 2 ആൻസർ വരും. മറ്റേത് കറക്റ്റായിട്ട് വരില്ല. ഫ്രാക്ഷൻ അടിക്കാനുള്ള ചിഹ്നമാണ് ഇത്, കീ ആണ് ഇത്. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇനി കാൽക്കുലേറ്റർ വേണ്ടല്ലോ. ഇനി 4 × ഇതുപോലെ sin 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin ഓഫ് 180 - 30 ആണ് sin 150. 180 30 കുറച്ചാൽ 150 ആവും. ഇനി sin 180 മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് 180 കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്താലും 360 കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്താലും റേഷ്യോസൊക്കെ സെയിം തന്നെയാണ്. ഈ ആൾ മാറില്ല. അപ്പോൾ sin 30 തന്നെ വരും. ഇനി ചിഹ്നത്തിലാണ് പ്രശ്നം. 180 - 30 150 ഏത് ക്വാർട്ടറിലാണ്? സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ ആരൊക്കെയാണ് പോസിറ്റീവ്? സൈൻ പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്. അപ്പോൾ sin 30 തന്നെയാണ് ആൻസർ വരുന്നത്. sin 30 എന്ന് പറയുന്നത് 1/2 ആണ്. നമ്മൾ നേരത്തെ എഴുതി. cot 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 45ൻ്റെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ 1ഉം 1ഉം √2 ആണ് വരുന്നത്. cot 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1. സോ ദാറ്റ് ബിക്കം 1. ഇനി ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇതിവിടെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. 3 - ഇവിടെ 2 × 1 2 ആണ് വരുന്നത്. 3 - 2 എന്ന് പറയുന്നത് 1 ആൻസർ കിട്ടും. sin 15 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് sin 45 - 30 എന്നുള്ള ഫോർമുല എടുക്കുകയാണ്. പിന്നെ sin x - yയുടെ ഫോർമുല ഉപയോഗിക്കണം. sin x - yയുടെ ഫോർമുലയിൽ ആദ്യത്തെ സൈനും പിന്നത്തെ കോസാണ് വരിക. അപ്പോൾ sin 45 cos 30 മൈനസ് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് തന്നെയാണ്. അപ്പോൾ ആ ഫോർമുല നമ്മൾ പഠിക്കണം. sin x - yയുടെ ഫോർമുല വേണം. ദെൻ cos 45 sin 30. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കൊടുക്കാം. sin 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 ആണ്. cos 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നേരത്തെ വരച്ച ട്രയാങ്കിൾ കണ്ടതാണ്. 30 ഇവിടെ √3/2.
മൈനസ് കോസ് 45 എന്ന് പറഞ്ഞാൽ അഗെയിൻ 1/√2 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ഇതിനെ ഭംഗിയാക്കി എഴുതി കഴിഞ്ഞാൽ മുകളിൽ 1 × √3 വരും, 1 × 1 1 വരും. √3 - 1 രണ്ടോടത്തും 2√2 ആണ്, 2√2. ഇതാണ് സൈൻ 15ൻ്റെ ആൻസർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 13 π/2 tan 13 π/12. 13 π/12 എത്രയാണെന്ന് നോക്കാം. 13 × 180/12 നോക്കി നോക്കാം എത്രയാണ് വരികയാണ്. ഇതിൽ 6 2 പ്രാവശ്യം, 180 6 30 പ്രാവശ്യം, 2 ഇതിൽ 15 പ്രാവശ്യം. 15 × 13 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എത്ര കിട്ടുമെന്ന്. നമുക്ക് 13 × 180/12 195 ആൻസർ വരും. 195 ആൻസർ വരും. 195 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ എഴുതാം? 180 + 15 എന്ന് എഴുതാം. അപ്പോൾ tan 13 π/12 എന്ന് പറഞ്ഞാൽ tan 195 ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ tan 180 + 15 ആണ്. വീണ്ടും നോക്കാം. ടാനിൽ 180യോടെ പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും ഒക്കെ എന്ത് തന്നെയാണോ? ടാൻ തന്നെയാണ്. ഏത് ഫംഗ്ഷൻ ആയാലും അത് തന്നെയാണ്. അപ്പോൾ tan 15 എന്ന് എഴുതി. ഇനി ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? തേർഡ് ക്വാഡ്രൻറ്റിലാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ tan പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് tan 15 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചിന്തിച്ച് എടുക്കേണ്ടത്. കാണാപ്പാടം പഠിക്കാൻ നോക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. 15 കിട്ടാനായിട്ട് നേരത്തെ ചെയ്തതാണ് നമ്മൾ tan 45/30 കൊടുക്കൽ, -30 കൊടുക്കൽ. ഇനി tan a - bയുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. tan 45 - അപ്പോൾ ഈ ഫോർമുല അറിയണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യം. ഇനി ഫോർമുല അറിഞ്ഞില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, എൻട്രൻസിൽ നമുക്ക് കാൽക്കുലേറ്ററും ക്ലാസ് ടേബിളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സാധാരണ എക്സാമിന് നമുക്ക് ഇങ്ങനെ ക്ലാസ് ടേബിൾ എന്ന് പറയുന്ന ഈ ബുക്കിൻ്റെ കാര്യം പറഞ്ഞു, ഇത് ഉപയോഗിക്കാം. ഇതിൽ പേജ് നമ്പർ 36 അതാണ്ടോ tan θ ± 5 = tan θ - 5 കണ്ടോ. അപ്പോൾ ഇവിടെ മുകളിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ മുകളിൽ എടുക്കണം. മൈനസ് ആണ് ചോദ്യം വെച്ചാൽ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇതിൽ രണ്ടാമത് എടുക്കുന്നതാണ് മൈനസ്. അപ്പോൾ tan θ - tan φ, ഇതിന് θ φ എന്നാണ് വായിക്കുക. XY എന്ന് പറയുന്ന പോലെ ആംഗിൾസ് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ tan θ - tan φ /1 പ്ലസ് താഴത്തെ ചിഹ്നങ്ങളാണ് നമുക്ക് ഇവിടെ താഴത്തെയല്ല വേണ്ടത്. അപ്പോൾ താഴത്ത് വരുന്ന ചിഹ്നങ്ങളാണ് എടുക്കേണ്ടത്. 1 + tan θ tan φ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആൻസർ നമുക്ക് ഇതിൽ നോക്കിയെടുക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ sin θ ± 5 ഇതിൻ്റെ ആൻസർ കൂടി ഉണ്ട്. sin θ cos φ, സൈൻ്റെ ആദ്യത്തെ ആംഗിൾ പിന്നെ കോസിലെ രണ്ടാമത്തെ ആംഗിൾ പ്ലസ് ഇവിടെ മുകളിലത്തെ ചിഹ്നം എടുത്താൽ ഇവിടുത്തെ മുകളിലത്തെ ചിഹ്നം എടുക്കണം. cos θ cos sin φ. ഇനി cos θ +- 5 ആണെങ്കിൽ മുകളിൽ പ്ലസ് ആകുമ്പോൾ ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആണ്. അത് ശ്രദ്ധിച്ച് ഇതുപോലെ ഇങ്ങനെ ഈ ഫോർമുലാസ് ഒക്കെ നമുക്ക് ഈ പേജിലുണ്ട്. ഇത് നിങ്ങൾക്ക് +2ൻ്റെ എക്സാമിന് കൊണ്ടുപോകാം. +1 +2ൻ്റെ എക്സാമിന് കൊണ്ടുപോകാം. എൻട്രൻസ് എക്സാമുകൾക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്തപ്പം tan 45 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് വരിക? tan 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 - tan 30 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കുഞ്ഞു ട്രയാങ്കിൾ എടുക്കുകയാണ്. 30 എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 1/√3 -1 + 1 × 1/√3 വരും. അപ്പോൾ ഈ √3 കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ √3 - 1/√3 + 1 ഇതാണ് ആൻസർ വരിക. അടുത്തത് നോക്കാം. sin x + y ഇതാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എടുത്ത് എഴുതി ഈക്വൽ ടു. ഇനി sin x + yയുടെ നേരത്തെ ഫോർമുല sin x cos y + cos x sin y ഡിവൈഡഡ് ബൈ sin x cos y, ഇവിടെ മൈനസ് ആണെങ്കിൽ നടുവിൽ മൈനസ്, cos x sin y. നമ്മൾ നേരത്തെ കഴിഞ്ഞ tan x + yയുടെ ഫോർമുല ചെയ്യുമ്പോൾ പറഞ്ഞു നമുക്ക് സൈൻ കോസിലിരിക്കുന്ന ഫംഗ്ഷനെ ടാനിലോട്ട് മാറ്റണമെങ്കിൽ എല്ലാത്തിനെയും കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അതേ പ്രോപ്പർട്ടീനെ നമ്മൾ എടുക്കുന്നത് ഡിവൈഡഡ് ബൈ cos x cos y. അതുകൊണ്ട് നമ്മളിതിനെ എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ sin x cos y ബൈ cos x cos y എല്ലാ ടൈമിനെയും പ്ലസ് cos x sin y ബൈ cos x cos y all divided by sin x cos y by cos x cos y minus cos x sin y by cos x cos y. എല്ലായിടത്തും കോസുകൾ ക്യാൻസലായി പോകും, ക്യാൻസലായി പോയി. നമുക്ക് ബാക്കി വരുന്നത് നോക്കാം. sin x by cos x എന്ന് പറയുന്നത് tan x പ്ലസ് sin y by cos y എന്ന് പറഞ്ഞാൽ tan y ബൈ
sin x by cos x എന്ന് പറഞ്ഞാൽ tan x മൈനസ് sin y by cos y എന്ന് പറഞ്ഞാൽ tan y. അതാണ് നമുക്ക് എത്തേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. പ്രൂവ് ചെയ്യാം. RHS എന്ന് പറഞ്ഞാൽ LHS എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്നാണ് അതിൻ്റെ ഉത്തരം. അത് മീൻ ചെയ്യുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് tan x ഈക്വൽ ടു tan 3x tan 2x tan x ഈക്വൽ ടു tan 3x മൈനസ് tan 2x മൈനസ് tan x. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണിത്. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് tan 3x എന്ന് വെച്ചിട്ടാണ്. അല്ലാതെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നോ വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് tan 3x ആണ്. tan 3x കണ്ടുപിടിക്കാനായിട്ട് 2x പ്ലസ് എക്സ്. ഇനി tan x പ്ലസ് വൈയുടെ ഫോമിൽ അപ്ലൈ ചെയ്യാണ്. tan 2x പ്ലസ് tan x ബൈ 1 മൈനസ് 2x tan x. ഈ ഭാഗം കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. tan 3x ഇൻറ്റു 1 മൈനസ് tan 2x ഇൻറ്റു tan x ഈക്വൽ ടു tan 2x പ്ലസ് tan x. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ ഡിനോമിനേറ്റർ ആരുമില്ല. ഇനി ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. tan 3x ഇൻറ്റു 1 എന്ന് പറയുന്നത് tan 3x വരും. ഇതിന് മൾട്ടിപ്ലൈ ചെയ്താൽ tan 3x tan 2x tan x എന്ന് വരും. ഇവിടെ tan 2x പ്ലസ് tan x. ഇനി ഈ ടേമിനെ മൈനസ് കഴിഞ്ഞുള്ള ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഈ രണ്ട് ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ tan 3x ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. മൈനസ് tan 2x മൈനസ് tan x. ഈ ടേമിന് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി അത് പോസിറ്റീവ് ആവും. tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x. കണ്ടു, നമ്മുടെ ആൻസറിലേക്ക് എത്തി. നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ ആൻസറിലേക്ക് എത്താണ്. വേറെ ഒന്നും നമുക്കതിൽ ചെയ്യാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. cos pi by 4 പ്ലസ് എക്സ് cos pi by 4 മൈനസ് എക്സ് ഈക്വൽ ടു √2 cos x. ഒരു ഭയങ്കര വെയിലായി കുറച്ച് നീക്കി വെക്കാം. അപ്പോൾ ഇതിൽ cos a പ്ലസ് ബിയും പ്ലസ് cos a മൈനസ് ബി ആണ് വരുന്നത്. നമുക്ക് അങ്ങനെ cos a പ്ലസ് ബി cos a മൈനസ് ബിയുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു സംഭവമുണ്ട്. cos a പ്ലസ് cos b അങ്ങനെ ഒരു ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. cos a പ്ലസ് cos b എന്ന് പറയുന്നൊരു ഫോർമുല ഇത് നമ്മൾ എഴുതിയിട്ടുള്ള ഫോർമുലാസാണ്. ഇതിങ്ങനെ ഒരു പ്രൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. cos x പ്ലസ് cos y എന്ന് പറയുന്നത് 2 cos x പ്ലസ് y ബൈ 2 cos x മൈനസ് y ബൈ 2 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ക്ലാസ് ടേബിൾ കാണാൻ പറ്റും. ക്ലാസ് ടേബിൾ ഇവിടെ ഇതിൽ കാണാനുണ്ടോ? sin a പ്ലസ് sin b sin a മൈനസ് sin b cos a പ്ലസ് cos b cos a മൈനസ് cos b. ഇപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ രണ്ടും ഒരേ സാധനമാണ്, കാണാൻ പറഞ്ഞാൽ പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് എഴുതുമ്പോൾ cos a പ്ലസ് cos b എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് 2 cos a പ്ലസ് b ബൈ 2. a എന്ന് പറയുന്നത് ഇതും b എന്ന് പറയുന്നതാണ്. അപ്പോൾ a പ്ലസ് b ബൈ 2 cos a പ്ലസ് b പിന്നെ cos a മൈനസ് b ബൈ 2 a മൈനസ് ബി. ഇപ്പോൾ മൈനസ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിലിടുന്നത് ബൈ 2. അപ്പോൾ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ആൻസർ കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് എന്താണെന്ന് നോക്കാം. 2 cos pi by 4 പ്ലസ് pi by 4 എന്ന് പറയുന്നത് 45 പ്ലസ് 45 ആണ്. അതിൽ നിന്ന് 90 തന്നെ എഴുതാം. പ്ലസ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ക്യാൻസലായി പോയി. 90 ബൈ 2 വരും ഇവിടെ. cos pi by 4 മൈനസ് pi by 4 എന്ന് പറയുമ്പോൾ ഇത് ക്യാൻസലായി പോയി. എക്സ് മൈനസ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എക്സ് 2x ആവും. 2x ബൈ 2 2 ക്യാൻസലായി പോയി. അപ്പോൾ ഇവിടെ വരുന്നത് 2 cos 90 ബൈ 2 എന്ന് പറഞ്ഞാൽ 45 ആണ്. cos 45 എന്ന് പറഞ്ഞാൽ 1 ബൈ √2 cos x. അപ്പോൾ ഈ √2 2ൽ എത്ര പ്രാവശ്യം √2 ടൈംസ്, കാരണം 2 നമുക്ക് എങ്ങനെ എഴുതാം? √2 ഇൻറ്റു √2 എന്ന് എഴുതാം. അപ്പോൾ √2 cos x. ഇതാണ് നമ്മുടെ പ്രൂഫിൽ എത്തിച്ചേരേണ്ട സ്ഥലം. കണ്ടോ, ഇവിടേക്ക് എത്തി. ഇങ്ങനെ ഇത് ആൻസർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് cos 7x പ്ലസ് cos 5x ബൈ ഇത് സൈനാണ് കേട്ടോ. sin 7x മൈനസ് sin 5x. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതാം. cos 7x പ്ലസ് cos x ബൈ sin 7x മൈനസ് sin 5x. നേരത്തെ ചെയ്ത അതേ ഫോമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. cos c പ്ലസ് cos t. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോമുല. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുന്ന ഫോമുലാസ്. നിങ്ങളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി നോക്കുക. അതാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ വരുന്നത് cos c പ്ലസ് cos a പ്ലസ് cos b. അപ്പോൾ ഈ ഫോമുല തന്നെയാണ്. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. 2 cos a പ്ലസ് b ബൈ 2. a എന്ന് പറയുന്നത് ഇവിടെ 7x ഉം b എന്ന് പറയുന്നത് ഇവിടെ x ആണ്. 7x പ്ലസ് x ബൈ 2
പിന്നെ കോസ് 7x മൈനസ് എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇനി സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുമ്പോൾ സൈൻ്റെ എക്സ് പ്ലസ് വൈയുടെ രണ്ടാമത്തെ ടേമാണ് വരിക കോസ്. നോക്കി നോക്കാം, സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുമ്പോൾ 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 ഹാഫ് കിടക്കുന്നുണ്ട് എ മൈനസ് ബി ബൈ 2 എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ 7x പ്ലസ് 5x ബൈ 2 കോസ് ഇവിടെ സൈൻ അല്ല, ഇവിടെ കോസ് അല്ല, നമ്മൾ വായിച്ച കോസ് ഇവിടെ സൈൻ 7x മൈനസ് 5x ബൈ 2. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 7 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 8x ബൈ 2 എന്ന് പറഞ്ഞാൽ 4x കോസ് 4x. 7x മൈനസ് എക്സ് എന്ന് പറയുന്നത് 6x 6 ബൈ 2 എന്ന് പറയുന്നത് 3 കോസ് 3x കോസ് ഓഫ് 7 പ്ലസ് അയ്യോ ഇവിടെ 5 ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ 5 എഴുതാൻ മറന്നു പോയിട്ടുണ്ട്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ 7 പ്ലസ് 5 എന്ന് പറയുന്നത് 12 അല്ലേ? 7 3 10 12 വരിക. 12 ബൈ 2 എന്ന് പറയുമ്പോൾ 6 വരും. 7 മൈനസ് 5 എന്ന് പറയുമ്പോൾ 2 2 ബൈ 1 1. ഇവിടെയും 12 6x വരും. ഇതൊക്കെ ക്യാൻസലായിപ്പോയി. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് എക്സ് ആണ്. കണ്ടോ, നമ്മളെ ആൻസറിലേക്ക് എത്തി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. കുറച്ച് വലിയ ചോദ്യമാണ്, ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, എളുപ്പം തന്നെയാണ് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. സൈൻ 5x മൈനസ് 2 സൈൻ 3x പ്ലസ് സൈൻ എക്സ് ബൈ കോസ് 5x മൈനസ് കോസ് എക്സ്. അപ്പോൾ ഇവിടെ ഈ 2 എടുക്കുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടിനെയും അടുപ്പിച്ചെഴുതാം, അതിനെ രണ്ടിനെയും അടുപ്പിച്ചെഴുതി, ബാക്കിയൊക്കെ അതുപോലെ തന്നെയായിരിക്കും. എന്നിട്ട് ഇവിടെ സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഫോമുല അപ്ലൈ, സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഫോമുല അപ്ലൈ ചെയ്തു. അപ്പോൾ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. നേരത്തെ കാണിച്ചത് അതേ ഫോമുല തന്നെയാണ്. സൈൻ 3x എഴുതി, ഇതൊന്നും ചെയ്തിട്ടില്ല, ഇത് അങ്ങനെ തന്നെ ഇവിടെ എടുത്തത്. ഇവിടെ കോസ് സി മൈനസ് കോസ് ഡിയുടെ ഫോമുല അപ്ലൈ ചെയ്തു. ഇത് കോസ് എ മൈനസ് കോസ് ബി. ഇവിടെ മൈനസ് വരും, മൈനസ് 2 എക്സ് ബൈ 2 സൈൻ 5x മൈനസ് എക്സ് ബൈ 2. നമുക്ക് നമ്മൾ എഴുതിയ പേജിൽ നോക്കാം, ഈ ഫോമുല എഴുതിയിട്ടുണ്ട്, നമുക്ക് കാണാം. കണ്ടോ, ഇവിടെ കാണാം, വേണ്ടു കോസ് എക്സ് മൈനസ് കോസ് വൈക്ക് മൈനസ് 2 ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് രണ്ടും സൈനാണ്, ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, അതുപോലെ ഈ ഫോമിൽ ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. 5x പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 6x ആവും, 6x ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ 3x ആവും. 5x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 4x, 4 ബൈ 2 എന്ന് പറയുന്നത് 2x മൈനസ് 2 സൈൻ 3x ബൈ മൈനസ് 2 സൈൻ 3x ബൈ 2. ഇവിടെ സൈൻ 2x. 5 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 4, 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 സൈൻ 3x. ഇപ്പോൾ മുകളിൽ കോമൺ ആയി, രണ്ടെണ്ണത്തിലുണ്ട്, അപ്പോൾ അത് കോമൺ ആയി പുറത്തേക്ക് എടുത്തു. അപ്പോൾ കോസ് 2x മൈനസ് 1 ബൈ ഇവിടെ ബൈ 2 ഇല്ല, മൈനസ് 2 സൈൻ 3x സൈൻ 2x. ഈ 2ഉം ഇതും വെട്ടിപ്പോയി. ഇനി കോസ് 2x മൈനസ് 1ൻ്റെ ഫോമുല അപ്ലൈ ചെയ്യണം. നമ്മൾ കോസ് 2x നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 3 ഫോമുലയാണ് കോസ് 2xന് ഉണ്ടായിരുന്നത്. ഇതാണ് 3 ഫോമുല. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ് 2x മൈനസ് 1 ആണ്. കോസ് 2x മൈനസ് 1 എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഫോമുല എടുക്കുകയാണ്. കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. ഈ 1 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? കോസ് 2x മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എഴുതാമല്ലോ. അപ്പോൾ കോസ് 2x മൈനസ് 1ന് പകരം മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എടുക്കാൻ പോവാണ്. ഇതും നിങ്ങൾക്ക് ക്ലാസ് ടേബിളിലുണ്ട്, ഇതാ നോക്കി നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒപ്പം കാണിച്ചു തരുന്നത് ഒപ്പം കാണാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കോസ് 2 തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കാണാണ്ടല്ലോ. 2 കോസ് സ്ക്വയർ മൈനസ് 1, 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഇതാണ്. ഇതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് മൈനസ് 1 അപ്പുറത്തേക്ക് പ്ലസ് 1 ആണ് വരിക. അപ്പോൾ കോസ് 2 തീറ്റ പ്ലസ് 1 ആണ് വരിക. നമുക്കിവിടെ വേണ്ടത് കോസ് 2x മൈനസ് 1 ആണ്. അപ്പോൾ 1 ഇങ്ങോട്ട് വരും. ഈ തീറ്റയും എക്സും ഒക്കെ മാറി മാറി വരാം കേട്ടോ, എക്സ് വൈ ഒക്കെ വരാം, പക്ഷേ ഫംഗ്ഷൻ ഒരേപോലെ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. 2x ആണെങ്കിൽ അതിൻ്റെ പകുതി എക്സ് ആണ് വരുന്നത്. ബൈ സൈൻ 2xന് ഇതുപോലെ ഫോമിൽ ഉപയോഗിച്ചു.
2 sin x cos x എന്നാണ്. ഇതിൻ്റെ കൂടെ ഒരു മൈനസ് ഉണ്ട് ഇവിടെ കണ്ടോ, ഈ മൈനസ് കൂടിയിട്ട് ഈ മൈനസും ക്യാൻസൽ ചെയ്തു. 2 വെട്ടിപ്പോയി, ഒരു സൈനും വെട്ടിപ്പോയി. ബാക്കി എന്ത് വരും? sin x ബൈ cos x എന്ന് വരും. അതായത് അതെന്താണ്? tan x. അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇവിടെ വരെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസാണ്, വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസാണ്. ഇനി നമ്മൾ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ തന്നെ 20 മിനിറ്റായി. അത് നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.